ഈ സിസ്റ്റം എന്ന പ്രയോഗം വന്നപ്പോൾ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് ആരോഗ്യമന്ത്രി പറയുകയും വിവാദമാവുകയും ഒക്കെ ചെയ്ത സമയത്ത് മന്ത്രിയും സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലേ, മന്ത്രിയല്ലേ ഇതിനെ നയിക്കേണ്ടത് എന്നൊക്കെയുള്ള ചർച്ചകളുണ്ടായി. ഞാൻ ഒരു മുൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പേര് പറയരുതെന്ന്, എവിടെ പറഞ്ഞാലും പേര് പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഞാൻ ചോദിച്ചു എന്താണ് സാർ ഈ സിസ്റ്റം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മിനിസ്റ്ററുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിൻ്റെ പേരാണ് പറഞ്ഞത്, അദ്ദേഹമാണ് സിസ്റ്റം എന്ന്. അതായത് പർച്ചേസ് ആരാണ് തീരുമാനിക്കുന്നത്? അതിനെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ അയക്കുന്ന ഫയലുകളൊക്കെ എത്ര നാളെടുത്താണ് അവിടെ എത്തുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പർച്ചേസ് ആരാണ് തീരുമാനിക്കുന്നത്, എവിടെ നിന്നാണ് തീരുമാനിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്, ആരാണ് പർച്ചേസ് തീരുമാനിക്കേണ്ടത്, ആരാണ് പർച്ചേസ് തീരുമാനിക്കുന്നത്? ഈ ഓരോന്നിനും ഇപ്പോൾ ഫണ്ട് അലൊക്കേഷൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിന് അവിടുത്തെ പ്രിൻസിപ്പളിന് അല്ലെങ്കിൽ സൂപ്രണ്ടിന് ഒരു സാമ്പത്തിക അധികാരം കൊടുക്കണം. അത് കൊടുക്കുന്നത് വളരെ ചെറിയൊരു തുകയ്ക്ക് ആവരുത്. അതായത് ആ ഹോസ്പിറ്റലിൻ്റെ ദൈനംദിന നടത്തിപ്പിന് അർജൻറ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു സാമ്പത്തിക അധികാരം കൊടുക്കും. ഈ പെറ്റി ക്യാഷ് ബോക്സ് എന്നൊക്കെ പറയും പോലെ. അതെ അതെ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇപ്പം ഒരു 20 വർഷം മുന്നേ ഉള്ള കൊടുത്തിട്ട് കാര്യമില്ല. കാരണം ഇപ്പം നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതനുസരിച്ച് അവർക്കൊരു സാമ്പത്തിക അധികാരം കൊടുക്കുകയും അങ്ങനെ വരുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ സ്റ്റെൻറ്റുകളുടെ കാര്യങ്ങളും ബാക്കി എന്ത് കാര്യങ്ങളായാലും ആ ഒരു ലെവലിൽ തന്നെ തീർക്കാനും പറ്റാറുണ്ട്. ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ നിശ്ചയിച്ചൊരു സർജറിക്ക് ഇപ്പോൾ എക്യുപ്മെന്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് പറയുന്നു, പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം അവിടെ ഉണ്ടാവണം. അപ്പോൾ ആ മെക്കാനിസം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആ എഴുതുന്ന ക്ലർക്ക് തൊട്ട് അല്ലെങ്കിൽ ഒരു കൊണ്ടുപോകുന്ന ആൾ തൊട്ട് പ്രിൻസിപ്പൾ, സൂപ്രണ്ട്, മന്ത്രിയുടെ ഓഫീസ്, നമ്മുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ എല്ലായിടത്തും ഒരു ഫാസ്റ്റ് ട്രാക്കിങ്ങിനുള്ള ഒരു മെക്കാനിസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ സിസ്റ്റം ഫെയിലിയർ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട് അതിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.